Importance of reciprocal lattice or use of reciprocal lattice, or നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, why reciprocal lattice is so important than the direct lattice. എന്തുകൊണ്ടാണ് ഒരു സോളിഡ് സ്റ്റേറ്റ് പഠിക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ലാറ്റിസിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിപ്രോക്കൽ ലാറ്റിസ് വരാൻ കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇറ്റ്സ് യൂസ് ഇൻ ഇവാലുവേഷൻ ഓഫ് ലാറ്റിസ് സം. നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസ് ഉപയോഗിച്ചുകൊണ്ട് ലാറ്റിസ് സം കാണാൻ കഴിയും. ലാറ്റിസ് സം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്ട്രക്ചറൽ ഫാക്ടർ പഠിച്ചതാണിത്. സിഗ്മ ഓഫ് എൽ ഇസ് ഈക്വൽ ടു 1 to n. അതായത് നമ്മൾ ഹോൾ ക്രിസ്റ്റലിലേക്ക് ഈ സമ്മിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ഇതിന്റെ ഈ പോർഷന്റെ എയർലി നമ്മൾ കണ്ടതായിരുന്നു. ജോമെട്രിക്കൽ സ്ട്രക്ചറൽ ഫാക്ടറും പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറൽ ഫാക്ടറും ഒക്കെ കണ്ടപ്പോൾ എഫും എസും അത് രണ്ടും കണ്ടപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചറൽ ഫാക്ടറും പിന്നെ ജോമെട്രിക്കൽ സ്ട്രക്ചറൽ ഫാക്ടറും കണ്ടപ്പോൾ വി ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ ദിസ് ഇക്വേഷൻ വിച്ച് ഈസ് ദ ലാറ്റിസ് സം സിഗ്മ ഓഫ് എൽ ഇസ് ഈക്വൽ ടു 1 to n e റൈസ് ടു a ഡോട്ട് ആർ എൽ. എ എന്ന് പറയുന്ന ഒരു ആർബിട്രറി വെക്ടർ ആണ് കേട്ടോ. ആർ എൽ എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെയാണ് ആറ്റം എന്നുള്ളത് എണ്ണി പോകുന്നതാണ് ഈ ആർ എൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 ആണ് എങ്കിൽ ഫസ്റ്റ് ആറ്റം, എല്ലാണ് 2 ആണെങ്കിൽ സെക്കൻഡ് ആറ്റം. അങ്ങനെ എത്ര ആറ്റംസ് ആ ക്രിസ്റ്റലിലുണ്ടോ അത് ആണ് 1 to n എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഇൻറ്റു ഡെൽ എ ജി എൻ. എന്താ ഈ n എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദ ക്രിസ്റ്റൽ. ഈ ഡെൽ എ ജി എൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊരു പ്രത്യേക വാക്ക് പറയും. എന്താണ്? ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയും. ഇറ്റ് കംസ് ഇൻ ടെൻസേഴ്സ്. ടെൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ മെട്രിക്സ് എന്നാണ് നമ്മൾ വിളിക്കുക ടെൻസേഴ്സിനെ. ഓക്കെ, ടെൻസർ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ മെട്രിക്സ് എന്നാണ് നമ്മൾ ഡെല്ലിനെ വിളിക്കുക, പിന്നെ ഈ ടെൻസറിനെ വിളിക്കുക. ആ ടെൻസറിൽ വരുന്നതിനെ ആണ് ഒരു ക്രോണക്കർ ഡെൽറ്റ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിൽ ഡെൽ എം എൻ എന്നാണ് നമ്മൾ ഈ ഇൻറ്റിജേഴ്സിനെ സൂചിപ്പിക്കുക. ഡെൽ എം എൻ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എങ്കിലേ നമുക്ക് ഇവിടുത്തെ ആ ഒരു എസൻസ് മനസ്സിലാവൂ. ഡെൽ എം എൻ, ആ എമ്മിന്റെ സ്ഥാനത്താണ് എ എന്ന് പറയുന്നതും എന്നിന്റെ സ്ഥാനത്താണ് ജി എൻ എന്ന് പറയുന്നതും. ഈ എം എൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റണ്ണിങ് ഫാക്ടർ. എം റോയും എൻ കോളവുമാണ്. ഓക്കെ, മെട്രിക്സ് ടെൻസർ ആവുമ്പോൾ എം റോയും എൻ കോളവുമാണ്. അതുമാതിരി എയും ജി എൻ എന്ന് പറയുന്നത്. So this Kronecker delta has a property that m is equal to n ആവുമ്പോൾ ഈ ഒരു Kronecker deltയുടെ വാല്യൂ 1 ആവും. and m is not equal to n ആവുമ്പോൾ ഈ Kronecker deltയുടെ വാല്യൂ 0 ആവും. Okay, this is the property of this Kronecker delta. Here m ന് പകരം a എന്ന് പറയുന്ന ഒരു ആർബിട്രറി വെക്ടറും gn എന്ന് പറയുന്നത് it is the translational vector of the reciprocal lattice. So lattice sum of ഇടതുവശത്ത് കിടക്കുന്നതിന്റെ പേരെന്താ? ലാറ്റിസ് സം. ലാറ്റിസ് സം വിൽ ബി ഈക്വൽ ടു n വെൻ a is equal to j. അല്ലെ, ക്രോണക്കർ ഡെൽറ്റയുടെ വാല്യൂ a gn ഈക്വൽ ആകുമ്പോൾ, m n ഈക്വൽ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ a gn ഈക്വൽ ആകുമ്പോഴാണ് ഇതിന് 1 കിട്ടുക. അപ്പോൾ ദ മാക്സിമം വാല്യൂ അറ്റൈൻഡ് ബൈ ദ ലാറ്റിസ് സം ഈസ് 1. അല്ലെ, 1 into n എന്താവും? n ആവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു n വെൻ a is equal to gn and it is equal to 0 when a is not equal to gn. So that is a condition there. അല്ലേ, അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വന്നു. ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസ് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ആർബിട്രറി വെക്ടറും ഓഫ് എ സമ്മേഷൻ ഈസ് ഓവർ ദ ഡയറക്റ്റ് ലാറ്റിസ്. ഇത് നമ്മൾ ഡയറക്റ്റ് ലാറ്റിസിൽ പഠിച്ച ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ സം എന്ന് പറയുന്ന ഡയറക്റ്റ് ലാറ്റിസിലാണ്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് അല്ല, നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസ് ആണ്. നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡയറക്റ്റ് ലാറ്റിസ് ആണ് ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോണക്കർ ഡെൽറ്റയുടെ കാര്യം പറഞ്ഞു. ബിക്കോസ് ഓഫ് ദ ഡെൽറ്റ സിമ്പിൾ, ലാറ്റിസ് സം ഓഫ് ദ ലെഫ്റ്റ് വാനിഷസ് വെനെവർ ദ വെക്ടർ എ ഈസ് നോട്ട് ഈക്വൽ ടു എന്തായിട്ട് gn. and when it is equal to a equal to gn ആവുമ്പോൾ എന്താവും? which is will be equal to capital N. അല്ലേ, ആ വാല്യൂ എന്തായി മാറും? ക്യാപിറ്റൽ N ആയിട്ട് മാറും. ഇനി we can take the നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. a ഡോട്ട് ആർ എൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എടുക്കാം. ഓക്കെ,
എ ഒരു ആർബിട്രറി വെക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആർബിട്രറി വെക്ടറിന് നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ എ ജി എന്നിന് ഈക്വൽ ആകുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ലാറ്റിസ് സം ഹാസ് എ വാല്യൂ അല്ലേ. അപ്പോൾ എക്ക് ജി എൻ എന്ന് കൊടുക്കുകയാണേ. അപ്പോൾ എ ഡോട്ട് ആർ എല്ലിന് പകരം നമ്മൾ ജി എൻ ഡോട്ട് ആർ എൽ എന്ന് എഴുതി. ജി എൻ നമുക്കറിയാം n1 എ സ്റ്റാർ പ്ലസ് n2 ബി സ്റ്റാർ പ്ലസ് n3 സി സ്റ്റാർ, വിച്ച് ഇസ് നമ്മൾ ഏർലിയർ കണ്ട ഇക്വേഷനാണ്. ആർ എൽ എന്ന് പറയുന്നത് എന്താണ്, പൊസിഷൻ ഓഫ് ദ ആറ്റം ആണ്. അപ്പോൾ L1 എ പ്ലസ് L2 ബി പ്ലസ് L3 സി, അത് എൽത്ത് പൊസിഷൻ ഓഫ് ദ ആറ്റത്തിനെയാണ് നമ്മൾ ആർ എൽ എന്ന് പറയുന്നത്. എല്ല് കൊടുത്തതുകൊണ്ടാണ് L1 എ പ്ലസ് L2 ബി പ്ലസ് L3 സി എന്ന് പറയാം. ഇതിന് രണ്ടിനും കൂടെ ഡോട്ട് എടുക്കുമ്പോൾ ആസ് യു നോ എ സ്റ്റാർ ഡോട്ട് എയും ബി സ്റ്റാർ ഡോട്ട് ബിയും സി സ്റ്റാർ ഡോട്ട് സിയും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. ബാക്കി ഇതിനകത്ത് എത്ര കമ്പോണൻസ് വരണം, ഇതിനകത്ത് ഒരെണ്ണത്തിന് 3, അങ്ങനെയാണെങ്കിൽ 9 കമ്പോണൻസ് വരണം. ബട്ട് 3 only എക്സിസ്റ്റ് ബിക്കോസ് ബാക്കി 6 എണ്ണവും എന്ത് ചെയ്തു, അൺലൈക്ക് ആയിട്ടുള്ള വെക്ടേഴ്സിന്റെ ഡോട്ട് എടുക്കുമ്പോൾ ദേ വിൽ ബിക്കം 0. സോ ലൈക്ക് ആയിട്ട് എടുക്കുമ്പോഴോ എ സ്റ്റാർ ഡോട്ട് എ എന്താവും, 2π ആവും. സോ 2π ഈസ് കോമൺ ടു ഓൾ which will be taken outside. നമുക്കറിയാം a dot a star a star dot a, b star dot b and c star dot c മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. and those are equal to 2π which we have taken outside. so ബാക്കി നമുക്ക് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും പോലെ n1 into l1 plus n2 into l2 plus n3 into l3 എന്ന് നമുക്ക് എടുക്കാം. ഇതാണ്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നമ്മളിങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ഇതിനെ n1 എ സ്റ്റാറിനെ കൊണ്ട് ഇത് 3നെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്കറിയാം എ സ്റ്റാർ ഡോട്ട് എ മാത്രമേ ഇവിടെ എന്താവും, 2π ആവും. പിന്നെ ബാക്കി എന്താ ഉള്ളത്, n1 into l1. ബാക്കി രണ്ടെണ്ണത്തിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും അത് 0 ആയി പോകും. ബിക്കോസ് എ സ്റ്റാർ ഡോട്ട് ബിയും എ സ്റ്റാർ ഡോട്ട് സിയും 0 ആയി പോകും. അതുപോലെ ബി സ്റ്റാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ബിയുടെ കോഷ്യന്റ് മാത്രം വരും. അതായത് n2 into l2, 2π കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ജി എൻ ഡോട്ട് ആർ എൽ ഇസ് ഈക്വൽ ടു ദിസ് വൺ. റീസൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എ സ്റ്റാർ ഡോട്ട് എ ഈക്വൽ ടു 2π ആൻഡ് എ ഡോട്ട് ബി എ സ്റ്റാർ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻ ആണുള്ളത് അല്ലേ. സിഗ്മ ഓഫ് എൽ ഇസ് ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ എൻ ഇ റൈസ് ടു എ ഡോട്ട് ആർ എൽ എന്നല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന. ആ എ ഡോട്ട് ആർ എൽ അല്ലേ നമ്മളിവിടെ ജി എൻ ഡോട്ട് ആർ എൽ ആണെന്നും പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന അല്ലെ, 2π എന്ന്. ഇനി നമ്മൾ ഈ n1 l1 പ്ലസ് n2 l2 പ്ലസ് n3 l3യെ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു m എന്ന് പറയുന്ന ഇൻറ്റീജർ ആയിട്ട് പുട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പൊണൻഷ്യൽ ടേം ഇപ്പൊ ഇങ്ങനെ ആയി മാറി ഇ റൈസ് ടു i ഇൻറ്റു എം ഇൻറ്റു 2π. ഏതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ ഡോട്ട് ആർ എല്ലിന് പകരം നമ്മൾ ജി എൻ ഡോട്ട് എ, കാരണം എ ജി എൻ ആവുമ്പോൾ ക്രോണക്കർ ഡെൽറ്റ 1 ആവുള്ളൂ. അന്നേരം നമുക്കറിയാം ലാറ്റിസ് സം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ എക്ക് പകരം ഇവിടെ ജി എൻ കൊടുത്തു, ജി എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡോട്ട് എടുത്തു ആൻഡ് വി ഗോട്ട് ദിസ് റിലേഷൻ. ഓക്കെ. ആൻഡ് ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പൊണൻഷ്യൽ ടേമിനെ നമ്മൾ ഈ ഒരു ഇൻഡിജർ ടേമിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എം എന്ന് എഴുതി ഈ സംഭവത്തിനെ നമ്മൾ 2π അവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. എം ഈസ് എൻ ഇൻഡിജർ. ഓക്കെ. n1 l1 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2 നമ്പേഴ്സ് ആയിരിക്കും. സോ വി ഗോട്ട് ലൈക്ക് ദിസ്. ദ ടോട്ടൽ സം ഈസ് ഈക്വൽ ടു നൗ n അല്ലേ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇ റൈസ് ടു i m ഇൻറ്റു 2π വിച്ച് ഈസ് ഈക്വൽ ടു n. ഓക്കെ. ഇനി സെക്കൻഡ് കേസ് എ ജി എൻ ആയില്ലെങ്കിലോ, എ ജി എൻ ആയില്ലെങ്കിൽ എന്താ പറ്റുക, ക്രോണക്കർ ഡെൽറ്റ 0 ആവും അല്ലേ. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, വാനിഷ് ചെയ്യും. ഓക്കെ. പിന്നെ ആ ടേംസ് എല്ലാം എന്ത് ചെയ്യും, വാനിഷ് ചെയ്യും. ഹെൻസ് ദ വെക്ടർ ഓഫ് ദ റെസിപ്രോക്കൽ ലാറ്റിസ് ആർ റിലേറ്റഡ് ടു ദ ക്രിസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഡയറക്ട് ലാറ്റിസ് ലൈക്ക് എബോവ്. ഓക്കെ. കൺസിഡർ ദ സെറ്റ് ഓഫ് ക്രിസ്റ്റൽസ് പ്ലെയിൻസ്. നമുക്കറിയാം, നമ്മൾ മില്ലർ ഇൻഡിസസ് പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഡയഗ്രാം കണ്ടതായിരുന്നു. HKL എന്ന് പറയുന്ന പ്ലെയിൻ ആണിത്. അതിൽ ഒറിജിനാണ് ഈ കാണിച്ചിരിക്കുന്ന O. അതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഈ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്ന Z ആക്സിസ് ആണ്. എക്സും വൈയും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്റർസെപ്റ്റിനെ U എന്നും വൈയും ഇസഡും കൂടെ വൈയും ഇസഡും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതിനെ V എന്നും എടുക്കുകയാണ് നമ്മളിവിടെ. ആ ഒരു ഇന്റർസെപ്റ്റിനെ V എന്നും U എന്നും എടുക്കുകയാണ്. ആൻഡ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ ടു ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിന് പിന്നെ
നോർമലായിട്ടായിരിക്കും GHKL എന്ന് പറയുന്ന റെസിപ്രോക്കൽ ലാറ്റിസിലെ ട്രാൻസ്ലേഷണൽ വെക്ടർ നിലകൊള്ളുക. Okay, consider the set of crystal planes whose Miller indices are given by H, K and L and the corresponding reciprocal lattice vector. അതിനാണ് ട്രാൻസ്ലേഷണൽ വെക്ടർ എന്ന് പറയുന്നത്. GHKL is equal to നമ്മൾ നേരത്തെ N1A plus N2B plus N3C എന്ന് എഴുതിയത്. ഇപ്പോൾ N1ന് H'ും N2ന് K'യും ആൻഡ് N3ക്ക് L'ും കൊടുക്കുന്നു. ബിക്കോസ് HKL എന്ന് പറയുന്ന പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ട്രാൻസ്ലേഷണൽ വെക്ടർ വിൽ ബി HA സ്റ്റാർ പ്ലസ് KB സ്റ്റാർ പ്ലസ് LC സ്റ്റാർ എന്നായിരിക്കും നമ്മൾ കൊടുക്കുക. വേർ ദ നമ്പർ HK ആൻഡ് L ആർ എ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. അവയെല്ലാം ഒരു സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് GHKL എന്ന് പറയുന്ന ട്രാൻസിഷൻ വെക്ടർ വിൽ ബി നോർമൽ ടു ദ HKL പ്ലെയിൻ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ദ വെക്ടർ GHKL ഈസ് നോർമൽ ടു HKL എന്ന് പറയുന്നത്. ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് DHKL. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. പ്രൂവ് ദാറ്റ് GHKL ഈസ് നോർമൽ ടു HKL. രണ്ടാമത്തെ പ്രൂഫ് ഇങ്ങനെ ചോദിക്കും. പ്രൂവ് ദാറ്റ് DHKL ഈസ് ഈക്വൽ ടു 2π/GHKL. ഇത് രണ്ടും നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്ന കേസുകളാണ്. GHKL ഈസ് നോർമൽ ടു HKL എന്നും DHKL എന്താ? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു റെസിപ്രോക്കൽ ലാറ്റിസ് 2π/GHKL എന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രൂഫിന് കൊടുക്കാൻ വേണ്ടി ആസ് യു നോ HKLന്റെ നമുക്കറിയാം പ്ലെയിൻ ഇന്റർസെപ്റ്റ്സ് ആണ് എക്സും വൈയും ഇസഡും. നമ്മൾ ആ മില്ലർ ഇന്റർസെപ്റ്റ്സ് കാണാൻ വേണ്ടി എക്സും വൈയും ഇസഡും തന്നാൽ ആദ്യം അതിന്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുക്കുക അല്ലേ. അപ്പോൾ HKL ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ഇന്റർസെപ്റ്റ്സ് 1/x 1/y ആൻഡ് 1/z. റെസിപ്രോക്കൽ ഓഫ് 1/x എന്നല്ല, റെസിപ്രോക്കൽ ഓഫ് x which is equal to 1/x 1/y and 1/z. Okay. The vectors u and v which lies along the lines of the intercept of the x, y and y z plane. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ യുവും വിയും എന്ന് പറയുന്നത് ഈ XY പ്ലെയിനിന്റെ എയും പിന്നെ ZY പ്ലെയിനിന്റെയും എന്താണ്? ഇന്റർസെപ്റ്റ്സ് ആണ് ആ കാണിച്ചിരിക്കുന്ന യുവും വിയും എന്ന് പറയുന്നത്. which lies along the lines of intercept of the plane XY and YZ. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? ഇവിടെ നമ്മൾ യു എന്ന് പറയുന്ന ഈ ഫിഗറിൽ നിന്നും യു എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒറിജിൻ O ആണെങ്കിൽ ദിസ് ഈസ് എക്സ്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, യുവിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, വൈയുടെ ഡയറക്ഷൻ ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടാണ് അല്ലേ. സോ എക്സ് ഇതൊരു ട്രയാങ്കുലർ ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ എക്സും യുവും ഒരു ഡിറക്ഷനിൽ, y will be in opposite direction. അപ്പൊ നമുക്ക് ഇവിടെ എടുക്കാം x plus u is equal to y എന്ന് എടുക്കാം അല്ലെ. x plus u is equal to y എന്ന് എടുക്കാം. അന്നേരം എന്ത് വരും? x തനിയെ വരില്ല, x into a ആണ്. ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത് ബേസിസ് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരിക. അപ്പൊ u is equal to ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു യൂണിറ്റ് ആവണമെന്നില്ല, 2 യൂണിറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സ് ഇൻറ്റു എ അല്ലെ. ലാറ്റിസ് വെക്ടേഴ്സ് ചിലപ്പോൾ എ ഇവിടെ വന്നാൽ എക്സ് ഇൻറ്റു എ എത്ര പ്രാവശ്യമാണോ എക്സ് ആക്സിസിൽ അത് പോയേക്കുന്നത്, എ എത്ര പ്രാവശ്യമാണോ പോയേക്കുന്നത് അതാണ് എക്സ് കാണിക്കുന്നത്. സോ ഒരു പ്രാവശ്യമാണെങ്കിൽ എക്സ് 1 ഇൻറ്റു എ, അല്ല 2 പ്രാവശ്യമാണെങ്കിൽ 2 ഇൻറ്റു എ, അങ്ങനെ എക്സ് ടൈംസ് ആണെങ്കിൽ എക്സ് ഇൻറ്റു എ എന്ന് വരും. മനസ്സിലായോ? So this is x into a plus u minus yb എന്നായിരിക്കും നമുക്ക് ആ ഇക്വേഷൻ എഴുതാൻ കഴിയുക. സോ എത്രയാണ് ടൈംസ് ആ ലാറ്റിസ് വെക്ടർ ഉണ്ട് എന്നുള്ളതാണ് എക്സിനും വൈക്കും പറയാനുള്ളത്. അപ്പോൾ യു ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് എ പ്ലസ് യു ഇസ് ഈക്വൽ ടു വൈ ബി ആണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ എക്സ് എ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ് എ ആവും. therefore u is equal to minus xa plus yb. ആ ഫിഗറിൽ നിന്ന് തന്നെ നമ്മൾ എക്സും ഇസഡും വൈയും പ്ലെയിന് കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയും ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷൻ ഉപയോഗിച്ചാൽ we will get v is equal to yb minus zc എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? GHKL ഈസ് ഓർത്തോഗണൽ ടു HKL പ്ലെയിൻ എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് യുവിന് GHKLുമായിട്ട് ഡോട്ട് എടുക്കുന്നു. ടേക്കിംഗ് ദ ഡോട്ട് യു വിത്ത് GHKL. GHKL നമുക്കറിയാം എന്താണ്? HA സ്റ്റാർ പ്ലസ് KB സ്റ്റാർ പ്ലസ് LC C സ്റ്റാർ ആണ് GHKL എന്ന് പറയുന്നത്. യു എന്താണ്? മൈനസ് XA പ്ലസ്
YB ആണ് അല്ലേ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഡോട്ട് എടുക്കുമ്പോൾ വാട്ട് ഇറ്റ് ഹാപ്പൻസ് ഈസ് A ഡോട്ട് A സ്റ്റാർ മാത്രം എക്സിസ്റ്റ് ചെയ്യും, മറ്റേ ബിയും ഇതുമൊക്കെ അങ്ങ് പോകും. അപ്പോൾ ആദ്യത്തെ ടേം എന്ത് കിട്ടും? മൈനസ് എക്സ് ഇൻറ്റു A ഡോട്ട് A സ്റ്റാർ എന്ന് പറയുന്നത് 2π ആണ് അല്ലേ. അപ്പം മൈനസ് എക്സ് ഇൻറ്റു എച്ച് ഇൻറ്റു 2π. ഇനി YB ഏതുമായിട്ടേ വരൂ? KB സ്റ്റാറുമായിട്ടേ വരുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? YB ഇൻറ്റു KB സ്റ്റാർ അതെന്താവും? പ്ലസ് പ്ലസ് ഒരു നെഗറ്റീവ് പുറത്തെടുത്ത്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. മൈനസ് YK ഇൻറ്റു 2π എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ടേമിലെത്തും. 2π ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്താൽ XH മൈനസ് YK എന്ന് വരും. മൈനസ് ഉണ്ട് പുറത്ത്, XH മൈനസ് YK എന്ന് വരും. As you know, H is proportional to 1/x and K is proportional to 1/y. ഇത് നമ്മൾ ആ മില്ലർ ഇൻഡിസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. HKയിൽ കാണാൻ വേണ്ടി ആദ്യം നമ്മൾ ഇന്റർസെപ്റ്റ്സിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എയും ബിയും ഒക്കെ സിയും ഒക്കെ ഡിവൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. അന്നേരം HKL ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റെസിപ്രോക്കൽസ് ഓഫ് ദിസ് എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ്സ്. ഓക്കെ, അപ്പൊ എന്താവും? H ഇൻറ്റു എക്സ് 1 ആവും ആൻഡ് Y ഇൻറ്റു കെയും 1 ആവും. കാരണം H ഈസ് പ്രൊപ്പോർഷണൽ ടു 1/x എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഈക്വാളിറ്റി കൊടുത്താൽ H ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് Y ഇൻറ്റു കെ ഇസ് ഈക്വൽ ടു 1. So when we put those values in this above equation, നമുക്കറിയാം 1 minus 1 it will be equal to 0. അപ്പോൾ U dot GHKL becomes 0. That means U and GHKL are എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. സോറി, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? when dot product is equal to 0 എന്താ നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുക? ഡോട്ട് പ്രോഡക്റ്റ്. സോ U dot GHKL എപ്പോഴാണ് 0 ആവുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് U ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് GHKL ഇൻറ്റു കോസ് തീറ്റ അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് U ഒരിക്കലും 0 ആവില്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് GHKL ഒരിക്കലും 0 ആവില്ല. അപ്പൊ ഏത് 0 ആയേ പറ്റൂ? കോസ് തീറ്റ ഈക്വൽ ടു 0 ആവണം. കോസ് തീറ്റ എപ്പോഴാണ് 0 ആവുന്ന? തീറ്റ ഈക്വൽ ടു π/2. ദാറ്റ് മീൻസ് ഇവർ രണ്ടുപേരും ഓർത്തോഗണൽ ആണ് എന്ന അർത്ഥം. ഓക്കെ, അപ്പൊ യുവിന് ഓർത്തോഗണൽ ആവുകയാണെങ്കിൽ HKLനും എന്തായേ പറ്റൂ? ഓർത്തോഗണൽ ആയേ പറ്റൂ. GHKL എന്ന് പറയുന്ന വെക്ടർ HKL പ്ലെയിനിന് ഓർത്തോഗണൽ ആയേ പറ്റൂ. ബിക്കോസ് എന്താണ് വി ഹാവ് യെറ്റ് പ്രൂവ് GHKL ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് U and V എന്ന് പറയുന്ന പ്ലെയിൻ ഇന്റർസെപ്റ്റ്സിന് ഓർത്തോഗണൽ ആണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റിലേഷൻ എന്താണ്? D1/DHKL is equal to അങ്ങനെയല്ലേ. രണ്ടാമത്തെ റിലേഷൻ ഇതാണ് പറയുന്നത്. 1/DHKL അല്ല, DHKL is equal to 2π/GHKL. അത് പ്രൂവ് ചെയ്യാണ് രണ്ടാമത്. ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യൻ ആണ്. ടു എസ്റ്റാബ്ലിഷ് ദ സെക്കൻഡ് ഇക്വാളിറ്റി നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. യൂണിറ്റ് വെക്ടർ GHKL എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദ എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് നമുക്കറിയാം. DHKL എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? GHKL ഈസ് നോർമൽ ടു ദ പ്ലെയിൻ എന്ന് നമുക്കറിയാം അല്ലേ. നമുക്ക് നോർമൽ ആണ് ഇവയുടെ പ്ലെയിന് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഇനി DHKL എന്ന് പറയുന്നത് വാട്ട് ഈസ് DHKL? ഇറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് XA ഓവർ ദ ഡിറക്ഷൻ GHKL. ഈ XA എന്ന് പറയുന്ന വെക്ടറിന്റെ പ്രൊജക്ഷൻ ഓവർ ദിസ് ട്രാൻസ്ലേഷണൽ വെക്ടർ ഇൻ ദ റെസിപ്രോക്കൽ ലാറ്റിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് എന്ന് പറയുക. വൺസ് മോർ, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് DHKL ഈസ് നത്തിങ് ബട്ട് ദ പ്രൊജക്ഷൻ ഓഫ് XA along the direction of the translational vector of reciprocal lattice. The translation vector of reciprocal lattice എന്ന് പറഞ്ഞാൽ GHKL. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് വെക്ടർ മാത്രം മതി അല്ലേ. ആ XA ആ ഡിറക്ഷനിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വെക്ടറിന്റെ പ്രൊജക്ഷൻ എടുക്കണമെങ്കിൽ, ആ ഡിറക്ഷനിലേക്ക് പ്രൊജക്ഷൻ എടുക്കണമെങ്കിൽ വി ജസ്റ്റ്
ടേക്ക് ദ ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ, നമ്മൾ അതിന് എന്തെടുക്കും, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. അപ്പോൾ എക്സയുടെ പ്രൊജക്ഷൻ ഓവർ ദിസ് GHKL കാണാൻ വേണ്ടി വി ടേക്ക് ദ പ്രൊജക്ഷൻ ഓവർ ദ യൂണിറ്റ് വെക്ടർ ഓഫ് GHKL. യൂണിറ്റ് വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാം, നേരത്തെ പറഞ്ഞതുപോലെ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ. സോ എക്സ് ഡോട്ട് GHKL നമ്മൾ എഴുതുക, എക്സ് ഇൻറ്റു GHKLന്റെ വാല്യൂ നമുക്കറിയാം HA സ്റ്റാർ പ്ലസ് KB സ്റ്റാർ പ്ലസ് LC സ്റ്റാർ. ഓൺലി വൺ ടേം എക്സിസ്റ്റ് ഹിയർ, കാരണം A ഡോട്ട് A സ്റ്റാർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. A ഡോട്ട് A സ്റ്റാർ പിന്നെ എക്സ് ഇൻറ്റു H ഓൾറെഡി ഉണ്ട്. A ഡോട്ട് A സ്റ്റാറിന് നമുക്ക് 2π കൊടുക്കാം. സോ 2π ഇൻറ്റു എക്സ് ഇൻറ്റു H എന്ന് വരും. നമുക്കറിയാം എക്സ് ഇൻറ്റു H എന്ന് പറയുന്നത് എന്താണ്, 1 ആയി പോകും, കാരണം H ഈസ് പ്രൊപ്പോർഷണൽ ടു 1/x, അങ്ങനെയല്ലേ മില്ലർ ഡിസസിന്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ നേരെ എക്സ് ഇൻറ്റു H നേരത്തെ 1 ആയി പോകും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2π ബൈ മോഡുലസ് ഓഫ് GHKL. മനസ്സിലായോ? സോ 2π ബൈ GHKL, അതല്ലേ DHKL. സോ വി ഹാവ് പ്രൂവ് ദാറ്റ് ഓൾസോ. ദിസ് ഈസ് ഇൻ കണക്ഷൻ ബിറ്റ്വീൻ റെസിപ്രോക്കൽ വെക്ടേഴ്സ് ആൻഡ് ക്രിസ്റ്റൽ പ്ലെയിൻ. ഇതാണ് റെസിപ്രോക്കൽ വെക്ടറും പിന്നെ ഈ റെസിപ്രോക്കൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ട്രാൻസ്ലേഷണൽ വെക്ടർ എന്നാണ് അർത്ഥം. അവ രണ്ടും നോർമൽ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചത്. ദാറ്റ് ഈസ് it is the relation of these planes is 2π times the inverse of the length GHKL in the reciprocal space. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും 1-2 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.